ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ് ഞാൻ പറയുന്നത്. ഇന്ന് മൺഡേ ആണെന്ന് എനിക്കറിയാം കേട്ടോ. ഞാനത് ചില ദിവസം തെറ്റി പറഞ്ഞു പോണതാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ രാവിലത്തെ ഞാൻ പറയാറുണ്ടല്ലോ 10 മണി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ സാധാരണ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പറയാറ്. കാരണം രാവിലെ എല്ലാവർക്കും ഉണ്ടാവും, പള്ളിയിൽ പോലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇത് കാണാനിരിക്കുന്നതും എല്ലാതും. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു. ഡാഡി പതിവ് പോലെ പേപ്പർ വായിക്കണു. ഞങ്ങളങ്ങനെ എന്താ പറയുക, ഞാൻ ഫുള്ള് തുറന്നു. അപ്പോൾ പൂച്ചയുടെ ശല്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ തൊട്ട് പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പ്രസവിച്ചതാണ്. പിന്നെ നോക്കിയപ്പോൾ നമ്മളുടെ അവിടെ നിന്നല്ല, അപ്പുറത്തെ അവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു മുകളിൽ ഇനി പ്രസവിച്ച് കിടക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം 2 ദിവസമായിട്ട് പൂച്ച നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കും ഒരു സർപ്രൈസ്, അതായത് നിങ്ങൾക്കും ഉണ്ടായിരുന്നു, ഞാൻ കുട്ടികൾക്കും ഒരു സർപ്രൈസ് ഇന്ന് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് നോക്കിയാൽ എൻ്റെ മണി പ്ലാന്റ് ഭയങ്കര ഭംഗിയിലാട്ടോ അപ്പം നിൽക്കുന്നത്. എനിക്ക് തന്നെ മണി പ്ലാന്റ് ഭയങ്കര ഉഷാറിൽ നിന്നാൽ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. അതെന്താണെന്ന് അറിയില്ല. കണ്ടോ, കുറേ വലുതായി, അത് കട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ശ്രദ്ധ ഇപ്പുറത്തേക്ക് പെടില്ല. ഞാൻ എപ്പോഴും ജനല തുറക്കുമ്പോൾ അപ്പുറത്ത് നോക്കുന്നല്ലാണ്ട് ഇപ്പുറത്ത് അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല. വെള്ളം ഒഴിക്കും, പോവും എന്നല്ലാണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പം നിന്ന് നോക്കിയപ്പോഴാണ് നല്ലോണം നീണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ്റെ ഡിമ്പിളുടെ റൂമിലേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ്റെ റൂമിലേക്ക് ഞാൻ ഇന്നലെ എൻ്റെ വാഷിംഗ് മെഷീൻ്റെ മുകളിലിരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഡിമ്പിളുടെ റൂമിലേക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ലവ് ലാപ്പിൻ്റെ മോയ്സ്ചറൈസിങ് വൈപ്സ്. നല്ല സ്മെല്ലാട്ടോ ഈ വൈപ്സിന്. നമ്മളുടെ തോമോനും പാച്ചുനും സ്ഥിരം ഉപയോഗിക്കുന്നത് ഈ ലവ് ലാപ്പിൻ്റെയാണ്. പാച്ചുനും ഇപ്പോൾ ചാക്കോച്ചിനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മണമാണ് കേട്ടോ അതിന്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ വന്നു. നമ്മുടെ മെഴുകുതിരി കത്തിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾക്കറിയാലോ, ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു നന്മ നിറഞ്ഞ മറിയമ്മയുടെ ചൊല്ലുന്ന സമയമാണ് ഞാൻ ആ മെഴുകുതിരി കത്തിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് ഊതുക. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങളും ഇങ്ങനെ ചെയ്തു തുടങ്ങി ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളിൽ എന്തെങ്കിലും ഒരു നന്മ കാണുന്നുണ്ടെങ്കിൽ അതാണല്ലോ അവർ അനുകരിക്കുക. അപ്പോൾ അത് ചെയ്യണമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാരണന്മാർ ചെയ്യുന്നതാണ് കണ്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കളാവില്ല, വേറെ വല്ല കുട്ടികളൊക്കെ ആവും ഇത് എന്താ പറയുക തുടർന്ന് കൊണ്ടുപോകണം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിയുമ്പടി രാവിലെ ഡാഡി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടനിൽ കുറച്ച് മധുരം കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ സാധാരണ കുറച്ച് മധുരം കുറവിലാണ്, കാപ്പി ആയാലും ചായ ആയാലും ഞാൻ കുറച്ച് വല്ലാണ്ട് മധുരം ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ചെയ്യണത് എന്താ വെച്ചാൽ കുറച്ച് എക്സ്ട്രാ വെച്ചിട്ട് അതിൽ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ കറക്റ്റ് ആവില്ല. അപ്പോൾ ഇന്നലെ ഇത് മൊത്തം നമ്മൾ എടുത്ത ഇറച്ചിയുടെയും മീനിൻ്റെയും പച്ചക്കറികളുടെയും ഒക്കെ ബോക്സുകൾ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ അറിയാലോ, ഞാൻ എപ്പോഴും പറയാറില്ല, ഇങ്ങനെ എയറിൽ പൊന്തി നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അത് കംപ്ലീറ്റ് ഇനി എടുത്ത് വെക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ജനൽ എപ്പോഴും തുറന്നിടും. അപ്പോൾ നമ്മളെപ്പോഴും പറയും, എന്താ പറയുക, വാതിലിൻ്റെ മുന്നിൽ കൂടെ വരുന്ന ജനലുകളൊന്നും എപ്പോഴും അടച്ചിടരുത്, ഇടയ്ക്ക് അത് തുറക്കണം എന്ന് പറയും. അപ്പോൾ എൻ്റെ മക്കൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. കിയ കൊഞ്ചിയിട്ട് ഇങ്ങനെ ഇടക്കണ്ടിട്ടോ അത് നോക്കും എന്നെ കാണില്ലേ എന്നുള്ളതിൽ. അപ്പോൾ കിയ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ചോട്ടു നിന്നു. ചിന്തു കാര്യം അന്വേഷിക്കാൻ പോയി തോന്നുന്നുണ്ട്. ഞാൻ പറയും കാര്യം അന്വേഷിക്കുന്ന അമ്മായിയാണതെന്ന് പറയും. അങ്ങനെ അവളെപ്പോഴും അങ്ങനെ ഓരോന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പാച്ചുട്ടൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണീറ്റ് വന്നു. അപ്പോൾ അവൻ പതിവുപടി അപ്പാപ്പൻ്റെ ഒക്കത്താണ് കേട്ടോ. അവന് ടോണിപ്പാപ്പൻ വേണം എപ്പോഴും. എണീക്കുമ്പോഴും അതൊക്കെ എടുക്കുമ്പോഴത് അവന് ടോണിപ്പാപ്പൻ ഉണ്ടായില്ലേ അവനൊരു സന്തോഷമുള്ളൂ. അപ്പോൾ അങ്ങനെ കിച്ചണിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബ്രെഡും ബട്ടറും ഉണ്ട്, മുട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, എന്ത് വേണമെങ്കിലും. ഞാൻ സൺഡേ അങ്ങനെയാണ് ഇഷ്ടം. സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവും ഇങ്ങനെ ലെഫ്റ്റ് ഓവർ സംഭവങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു ദിവസം കേട്ടോ. അപ്പോൾ പാലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഞാൻ പറഞ്ഞില്ലേ കാപ്പി വെച്ചത്. അപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധിക ഭാഗം പാച്ചുവിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ പാച്ചുവിൻ്റെ ഡ്രസ്സ് ഞാൻ അധികം ഒറ്റയ്ക്കാണ് വാഷ് ചെയ്യുക. അതൊന്നിച്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം അവൻ്റെ ഡ്രസ്സ് ഞാൻ ഒറ്റയ്ക്ക് അതിൻ്റെ തന്നെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ട് കുട്ടികളുടെ തന്നെ, ലവ് ലാപ്പിൻ്റെ തോന്നുന്നുണ്ട്, എനിക്കത് ഓർമ്മയില്ല. അത് ഇട്ടിട്ടാണ് ഞാൻ അവൻ്റെ
തുണികൾ മാത്രമായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നമ്മളുടെ ഇടും. അപ്പോൾ അതേ ഇവിടെ തോമുട്ടൻ സ്പൈഡർമാൻ്റെ മാസ്ക് ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടാലും വാശി പിടിക്കൊന്നുമില്ല. അതെനിക്ക് തരുമോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ ബഹളമൊന്നും വെക്കില്ല. നമ്മൾ അവൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവനത് മറന്നോളും. മറക്കല്ല വേണ്ട, അങ്ങനെ വലിയ പിടിവാശിയൊന്നും കാണിക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് ഞാനും ഡിംപിളും കൂടിയിട്ടാണ്. അപ്പോൾ ഡിംപിളാണ് അധിക ഭാഗം തോരയിട്ടത്. പിന്നെ കുറച്ച് കൈ കൊണ്ട് വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവളത് വാഷ് ചെയ്തു. അപ്പോൾ ഇവരെ ഞാൻ പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു അവിടെ നിന്ന് തുറന്നിട്ടതിന് ശേഷമാണ്. അപ്പോൾ ഡോണും ഡിവൈനും തോമും കൂടിയിട്ട് മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ ചാക്കോച്ചൻ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിംപിൾ എല്ലാ ഭാഗവും ക്ലീനാക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജും ഇന്നലെ ക്ലീൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. അതിലത്തെ പാത്രങ്ങളാണ് നമ്മൾ മുമ്പിൽ പരിയപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ കംപ്ലീറ്റ് സംഭവങ്ങൾ ഒതുക്കി വയ്ക്കുമ്പോൾ അതങ്ങോട്ട് ഫില്ലായിക്കോളും. അപ്പോൾ നമ്മുടെ ചാക്കോച്ചി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പാപ്പൻ്റെ അടുത്ത് കിടന്നിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാതും ഒതുക്കി എന്താ പറയുക റൂമിലത്തെ കാര്യങ്ങളും കുറേയൊക്കെ ചെയ്ത് കുറേ എല്ലാതും. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു റോബോട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മുടി നല്ല ഫ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഫ്രഷ്നറും കാര്യങ്ങളൊക്കെ ഇട്ട്, അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധൂപാണ് ഇങ്ങനെ കത്തിക്കുക. പക്ഷേ ചാക്കോച്ചൻ കിടന്നുറങ്ങണ കാരണം അത് പുകയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇപ്പം മിക്കവാറും ഡാഡി രാവിലെ ഒരെണ്ണം പുകയ്ക്കും, രാത്രിയും ഒരെണ്ണം പുകയ്ക്കും കേട്ടോ. രാത്രി എന്ന് പറയുമ്പോൾ സന്ധ്യ അവിടെ നേരത്ത്. അപ്പോൾ അത് എന്താ കുറേ കാലങ്ങളായിട്ടുള്ളൊരു ശീലമാണത് കേട്ടോ. അപ്പോൾ ഞാൻ ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവർക്കുള്ള കപ്പും സോസറും ഡിംപിളാണ് എടുത്ത് പുറത്ത് വെച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ആ ടേബിൾ മേറ്റ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് മാറ്റി അതുമ്പോൾ എന്തെങ്കിലും ഈ കുട്ടികളുള്ളതല്ലേ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയാവും. പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച എൻ്റെ ഗസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് റിസീവ് ചെയ്യാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ പാച്ചുട്ടൻ എൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ അത് വേറെ ആരുമല്ല, എന്താ പറയുക, എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിലത്തെ ഒരു മോളാണ്. പുറത്താണ്, ദുബായിലാണ്. ദുബായ് ഞാൻ തോന്നുന്നുണ്ട് ഗൾഫ് കൺട്രിയാണ്. എനിക്ക് അത്രേ അറിയുള്ളൂ. എനിക്ക് വ്യക്തമായിട്ട് എവിടെയാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. തെറ്റിപ്പോണ്ട വെച്ചിട്ടാണ് ഞാനതങ്ങനെ പറയാത്തത്. തലശ്ശേരിക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ സ്മിതയുടെ അനിയത്തി കുട്ടിയാണ് സരിത പുതുക്കാടാണുള്ളത്. അപ്പോൾ അവിടേക്ക് വന്നു. അമ്മയും സ്മിതയുടെ മകൾ റൂബിയും അവരൊന്നിച്ച് വന്നു. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയിട്ട് നേരെ പുതുക്കാട് അനിയത്തിക്കുട്ടിയുടെ വീട്ടിലിറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എൻ്റെ അടുത്തും വാസന്തിയുടെ അടുത്തും പോയിട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് മടങ്ങി പുതുക്കാട്ടേക്ക് തന്നെ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ പോലെ 3 പെൺമക്കൾ തന്നെയാണ് കേട്ടോ ഇവർക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെ റൂബി ഇപ്പോൾ +1 ആണ്, നല്ല മിടുക്കി കുട്ടി. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്കും കാര്യങ്ങൾക്കൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നല്ല ഒരു ഇണക്കമുള്ള ഒരു മോളായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാട്ടുവിശേഷവും വീട്ടുവിശേഷവും പറഞ്ഞു. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സ്മിതയുടെ കുട്ടിക്ക് വിശേഷം, പിന്നെ റൂബിക്കൊരു ബ്രദറുണ്ട്, ബ്രദറിൻ്റെ വിശേഷം, പിന്നെ നമ്മളുടെ സരിതയ്ക്ക് പിള്ളേരുണ്ട്. നമ്മുടെ പാച്ചുവിൻ്റെ പോലെ മക്കളായിരുന്നു. അപ്പോൾ അവരുടെ പാച്ചുവിൻ്റെ പോലെയല്ല കേട്ടോ, അത്രയൊന്നുമില്ല എന്നാലും. അപ്പോൾ സരിത ഡിംപിളിനോട് പറയാമായിരുന്നു ഇപ്പോഴത്തെ ഒന്നും നോക്കണ്ട, അവൻ മിടുക്കരായിട്ട് വരും എന്നുള്ള വിശേഷം പറയണോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മളുടെ ഒരു വീട്ടിലെ ഒരു അംഗം പോലെ, ഒരു പരിചയക്കുറവും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ യാതൊരു പരിചയക്കുറവും ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെപ്പോഴും എന്താ പറയുക സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഒരു പരിചയക്കുറവും നമ്മൾക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും നമ്മളുടെ അടുക്കളയിൽ, അപ്പോൾ നമുക്കറിയാലോ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ ലിവിങ് റൂമിലിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് പോകുന്നതാണ് ഒരു ഗസ്റ്റ് എന്ന് പറയും. ഇവരെ സംബന്ധിച്ച് നമ്മൾക്കൊരു ഗസ്റ്റിനേക്കാൾ അപ്പുറം നമ്മളുടെ എന്താ പറയുക ഞങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ കിച്ചണിലും വീടൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് എന്താ പറയുക അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളായാലും ഡിവൈനായാലും എല്ലാവരോടും നല്ല രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുക. കാരണം ഒരു പരിചയക്കുറവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാറില്ല. അതിപ്പോൾ പാച്ചു ആയാലും അതെ. അപ്പോൾ ഇവർ മാർക്കറ്റിൽ പോയ സമയത്താണ് ഇവർ വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ തോമും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡാഡിയും മോനും കൂടിയിട്ട് മുടിയൊന്ന് വെട്ടാനായിട്ട് പോയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് തോമൂനെയും ഡാഡീനെയും ഇവിടെ കാണാത്തത്. അവരിവിടെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഷേവ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ് അത് കേട്ടോ.
അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ ഭയങ്കര സന്തോഷമായി. ഒരമ്മേനെയും കൂടി പരിചയപ്പെട്ടു. ഇതുപോലെ ശ്രീ എന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെ ഇടയിൽ കുറേ പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പേരുകൾ മറന്നുപോയി. ഇനിയിപ്പോൾ നാളെ പാറു വരാൻ നിൽക്കുന്നുണ്ട്. പാറു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള മോളെ, പാലക്കാടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം. അപ്പോൾ നാളെ പാറു വരും. അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ പറയുക, എല്ലാ ദിവസവും ഓരോ മക്കളിങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള കുട്ടികൾ അത്രയും ബുദ്ധിമുട്ടി നമ്മളെ കാണാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം മീറ്റപ്പിന് ഇവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് മീറ്റപ്പും, പിന്നെ ഇടയ്ക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ബന്ധമാണ് എനിക്ക് ഈ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, ഇങ്ങനെയുള്ള കുറേ മക്കൾ, അവരുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മളുടെ ഫാമിലിയുടെ കൂടെ ഉള്ളത്. ഞാൻ അവരോട് ആകെ ആവശ്യപ്പെടുക ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെന്താ പറയുക, അനാവശ്യമായ കുറേ കാര്യങ്ങൾ കേട്ട് വിഷമിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ വന്ന് നമ്മളോട് പറയുമ്പോഴേക്കിട്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നമ്മളതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു. കാരണം ഇവരൊക്കെ എന്തിനാ ആൻറ്റി അവരെന്തും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്താ പറയുക ഒരു സമാധാന വാക്ക് തരുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ കൂടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മളുടെ ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, കുറേ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ യൂസർ ചേച്ചി എന്നെ കളിയാക്കിയിട്ട് എപ്പോഴും പറയും, ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മീറ്റപ്പും കാര്യങ്ങളും വെക്കുക, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയോടായിട്ട് പറയാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് കിട്ടിയാലും ഒരു മുട്ടുസൂചി തന്നാലും എനിക്കത് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്നലത്തെ കമൻസിൻ്റെ അടിയിലും ഞാൻ കണ്ടു ആ കുട്ടിയുടെ കമൻറ്റ്, ഞാൻ എന്തോ ഓട്ടോറിക്ഷേനെ പുച്ഛിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും ഓട്ടോറിക്ഷേനെ പുച്ഛിക്കില്ല. കാരണം ഞാൻ എത്രയോ വർഷം സ്കൂളിൽ പോയിരുന്നതും കോളേജിൽ പോയിരുന്നതും ഒക്കെ ഈ 3 ചക്ര വണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആക്ഷേപിക്കില്ല. പിന്നെ കാണാപ്പുറം വായിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ സ്ഥിരം ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നാളെ പറയും, ഞാനത് റിമൂവ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മോളിപ്പോൾ കമൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എന്നല്ല, വെറുതെ ആ സമയം കളയാണ്. മോളിടുന്ന കമൻറ്റ് ആ നിമിഷം ഞാനത് റിമൂവ് ചെയ്യും. ഒരാളെ പോലും കാണിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. കാരണം വേറൊരാളുടെ മനസ്സിൽ പോലും ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് സ്മിത പറഞ്ഞു കേട്ടോ, തലശ്ശേരിയുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. കാരണം ഇവിടെ ഡോണും ഡാഡിയും ഞാനൊക്കെ റസ്കിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ എന്തോ ഒരു ബിസ്ക്കറ്റ് ഒരു ഇത് പറഞ്ഞു കേട്ടോ, ഞാൻ ആ പേര് വിട്ടുപോയി. അതാണ് തലശ്ശേരിക്കാരുടെ ഫേവറേറ്റ് സംഭവമാണെന്ന് പറഞ്ഞു. അതുപോലെ സ്മിത എനിക്കിതേ ഓണം അനുബന്ധിച്ച് ഒരു നൈറ്റിയും ഒരു ചുരിദാറിൻ്റെ സെറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എൻ്റെ പ്രായത്തിന് പറ്റിയ കളറായിരുന്നു അത്. അപ്പോൾ താങ്ക് യു സ്മിത. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നേരെ പിന്നെ പോയത് വാസന്തിയുടെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ വാസന്തി എന്നോട് വിളിച്ച് പറഞ്ഞു, എനിക്കും കുറേ ഗിഫ്റ്റും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നു കേട്ടോ സ്മിത എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വഴി വാസന്തിക്ക് കിട്ടിയ കുറേ മക്കളാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ പണികൾ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്കത് ഒതുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും പിള്ളേരും കൂടിയിട്ട് അടുത്തത് കടന്നത് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി സംഭവങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിവൈൻ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവരും വന്നപ്പോൾ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പേരയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി, സ്മിതയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഡിവൈൻ പേരയ്ക്കൊക്കെ മുറിച്ച് കൊടുത്ത് പ്ലമ്മും ഒക്കെ എന്താ പറയുക, എനിക്ക് എൻ്റെ വീട്ടിൽ ആര് വന്നാലും എനിക്ക് എന്താ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഒക്കെ എൻ്റെ 2 മക്കളുണ്ടെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നോക്കൂട്ടോ. അല്ലെങ്കിൽ മമ്മിയുടെ ഫ്രണ്ട്സല്ലേ, അല്ലെങ്കിൽ മമ്മീനെ കാണാൻ വന്നതല്ലേ, ഞങ്ങളെന്തിനാണ് നോക്കണേ, അങ്ങനെയുള്ള യാതൊരു ചിന്തയില്ല. അതിപ്പോൾ അതിൻ്റെ ഇടയിൽ വിപില വന്നിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയത്. അങ്ങനെ കുറേ കുട്ടികൾ എന്നെ കാണാനായിട്ട് മിക്ക ദിവസം എന്നുള്ള പോലെ വരും ഓരോരുത്തർ കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷവും ആശ്വാസമാണ്. കാരണം ഇവരൊന്നും വന്നാലും ഒരു വിഷമം നമ്മളുടെ വീട്ടിലുള്ളവർക്കില്ല. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇത് എങ്ങനെയാണാവോ ഇവരൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്, കാരണം ഇമാതിരി കമൻസാണ്, നിങ്ങൾ ഇവരെ വിളിച്ച് വരുത്താണ്, അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നീട് ഈ കുട്ടികൾ എന്നെ പറയും, ആൻറ്റിക്ക് എന്തിൻ്റെ കേടാ, അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസം. എന്നാലും ഞാൻ മക്കളോട് പറയും, നിങ്ങൾ വരണതൊക്കെ വന്നോ, അങ്ങനെ ഒരു സാധനം കൊണ്ടുവരായിക്കോ എന്ന് പറയും. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നമ്മളുടെ കുറച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ഡിവൈൻ്റെ ഫ്രൂട്ട്സ് കടയുണ്ട്, സ്പെഷ്യൽ കട. അവിടെ നിന്ന് നമ്മുടെ പാച്ചൂട്ടനും
ചാക്കോച്ചനൊക്കെ വേണ്ടിയിട്ട് അവർ സ്പെഷ്യലായിട്ട് കൊടുത്തു വിട്ടതാട്ടോ. പഴവും പിന്നെ കുറച്ച് പ്ലം, പേരയ്ക്ക ഒക്കെ അവർ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അങ്ങനെ അത് ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ കിച്ചണിലേക്ക് കയറി. ഇനി അടുത്ത പണി അറിയാലോ നിങ്ങൾക്ക്, ലോഡ് കണക്കിന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഒതുക്കി അതാത് സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഡിംപിളും ഡിവൈനും ഞാനും കൂടിയുള്ള കാരണം വല്ലാണ്ട് കുറേ നേരമൊന്നും ആയില്ല. പെടപടേന്ന് എല്ലാതും കഴിച്ചു വെച്ചു. കാരണം ഒരാളൊരു സെക്ഷൻ അങ്ങനെ 3 പേരും 3 സെക്ഷനിലേക്ക് എടുത്തു. പിന്നെ ഇന്നലെ രാത്രി തൊട്ട് ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ ഞാൻ മാറ്റി വെച്ചു. കാരണം നമുക്കൊരു ഗസ്റ്റ് വരിക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തിരക്കൊക്കെ വരിക, പ്രത്യേകിച്ച് സൺഡേ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളതൊക്കെ മാറ്റി നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണമല്ലോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ആ ബിസിനസ്സിൻ്റെ സംഭവമേ നോക്കിയിട്ടില്ല. ഇടയിൽ എനിക്ക് അത്യാവശ്യമുള്ള ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അവർക്കുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പുറമേ നിന്ന് വന്നിട്ടുള്ളതാണ്, മോളുടെ എക്സാമിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവർക്ക് സാധനങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോളും ഫാമിലിയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് മാത്രം ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികളുടെ കൂടെ നിന്നു. കാരണം എല്ലാ സാധനങ്ങളും ബോക്സുകളിലേക്ക് ആക്കണ്ടേ. പിന്നെ ഡിംപിളിനായാലും ഡിവൈനായാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പനിയും ജലദോഷവും കാര്യങ്ങളും ഒക്കെ മാറി. ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോൾ എല്ലായിടത്തും നടന്നു വരുന്ന ഒരു ഫ്ലൂ ആണെന്ന് തോന്നുന്നു. ഒറ്റ ദിവസം തന്നെയുള്ളൂ, പക്ഷേ ആ ഒരു ദിവസം തീരെ വയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെ 2:30 ആയപ്പോൾ ഡാഡി പറഞ്ഞു, ഇനിയിപ്പോൾ ഈ നേരത്തെ ഇനിയിപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മന്തി എന്ത് ബീഫ് മന്തിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഡിംപിൾ പണിപ്പുരയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പോന്നിട്ടില്ല. ഡിംപിളുടെ വർക്കിംഗ് ഡ്രസ്സ് അത് ഞാനും അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാല് കയറ്റി വെച്ചിട്ടാണ്. എനിക്ക് ചുരിദാർ ഇട്ടാലും ഞാൻ ഇതുപോലെ നിൽക്കുക, നൈറ്റ് ഇട്ടാൽ വളച്ച് കുത്തി നിൽക്കും. എനിക്കെന്തോ ഇതുപോലെ പറ്റില്ല. അപ്പോൾ ഡിംപിളുടെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഞാൻ ചുരിദാറിടുമ്പോൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ടോപ്പ് മാത്രമേ കാണുള്ളൂ, അങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡിംപിൾ മീൻകറിയും ചിക്കൻ ബീഫ് ഇതൊക്കെ വെച്ചെങ്കിലും പിന്നെ നാളേക്കുള്ള സ്റ്റൂ വെച്ചു ഒക്കെ വെച്ചെങ്കിലും അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം വരുത്തുക ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി സൺഡേ അല്ലേ, അങ്ങനെ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുക എന്നുള്ള പരിപാടി ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചു. കാരണം അവരെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കെ ഇപ്പോൾ അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന സംഭവങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് വെയ്ഫിൾ എന്തോ ആണ്. അപ്പോൾ അതും ഈ പറഞ്ഞോണം മറ്റേ 2 ഫ്ലേവറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേ പീസ് എടുക്കാവുന്ന പോലെ മാത്രം, അല്ലാണ്ട് കുറേയൊന്നുമില്ല. ഇതൊരു ഈ പറഞ്ഞ പോലെ 6 പീസ്, രണ്ടും 6 പീസ്, ഓരോരുത്തർക്കും ഓരോന്ന് കഴിക്കാം, അത്രയേ ഉള്ളൂ. കുട്ടികൾക്കായാലും എന്താ പറയുക, ആകെ 6 പീസ്, ഞങ്ങൾ 5 പേരും 2 കുട്ടികളും അങ്ങനെയാണ്. അപ്പോൾ അത്രയ്ക്കേ നമ്മളുടെ വയറ്റിലേക്ക് ചെല്ലണുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇത് തീറ്റ മാത്രമാണോ എന്നൊക്കെ വിചാരിക്കും. എല്ലാതും എങ്ങനെയാണെന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുക. 1-2 ഐറ്റം വാങ്ങി നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ സാധാരണ എല്ലാവരും എങ്ങനെ വെച്ചാൽ ഒരാൾക്ക് ഒരു ഐറ്റം എന്ന് വെച്ചിട്ടാണ് വാങ്ങിക്കുക. നമ്മൾ തിരിച്ചാണ്. 5 ആളുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ഐറ്റം വാങ്ങി 6 ആൾ കൂടി കഴിക്കുക. 7 ആളാണ് ഞങ്ങൾ കുട്ടികളടക്കം കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ. ഇതേതോ ഒരു ഫോട്ടോ കയറി വന്നതാട്ടോ, സോറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഉച്ചയിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഡിംപിളിത് മറ്റേ നാളെ രാവിലേക്കുള്ള ഇത് വേവിച്ചിട്ട് കാച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ സ്റ്റൂവിലേക്കുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ബ്രെഡ് വാങ്ങിക്കാം, അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണ്. പക്ഷേ നൂലപ്പം ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തി. കാരണം കഴിഞ്ഞ പ്രാവശ്യം പൊടിയുടെയാണെന്ന് തോന്നുന്നുണ്ട്, നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ആശയക്കുഴപ്പം വെറുതെ പണിയെടുത്തിട്ട് ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ബ്രെഡ് വാങ്ങിക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പട്ടികളുടെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് കാരണം പുറത്തേക്ക് ഒന്ന് പോവുകയാണ്. അവർക്കപ്പം നേരത്തോടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോകണോടുത്ത് സമാധാനം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വിശക്കില്ലേ. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങണം. എവിടേക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിതേ അവിടെ എത്തുമ്പോൾ അറിയാം കേട്ടോ. കുട്ടികളോട് ഞാൻ പറഞ്ഞു സർപ്രൈസാണ്, നമ്മളിതേ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് തോന്നി തുടങ്ങിയിട്ട് ഇവരെയും കൊണ്ട് പോകണമെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊച്ചു വളച്ചൻ്റെ വീട്ടിലേക്ക് പോയില്ലേ, സുനീരടിക്ക് പോയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലാണ് പോയത്. അപ്പോൾ നമ്മുടെ പാച്ചു ഉണ്ടായിരുന്നില്ല. തോമ അവിടെ നോക്കിയപ്പോൾ ഞാൻ പതുക്കെ വണ്ടി നിർത്തല്ല പതുക്കെ സ്ലോയിലാക്കിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇപ്പോൾ കുട്ടികൾ ഓരോന്ന് പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണ കാരണം അവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി പറയണു കേട്ടോ നമുക്ക് പോവാടാ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അറിയാമല്ലോ ഡോണിൻ്റെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ ഞാൻ ഈ ആഴ്ച ഞാൻ പറഞ്ഞു നമുക്ക് അപ്പോൾ പിന്നത്തെ പറഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ശരിക്കും 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. കാരണം അതുവരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്കുള്ളതായിരുന്നു. പക്ഷേ അത് ഇത്തിരി കുറച്ച് കൂടുതൽ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും 6 മണിക്കാണ് ഇറങ്ങി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അതേ ചാക്കോച്ചൻ ഒരു ചെറിയൊരു പൂച്ചുറക്കം ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. എനിക്കറിയില്ല അതിൻ്റെ പുറത്തേ നിർത്തുള്ളൂ എന്ന്. എൻ്റെ വിചാരം ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇപ്പുറത്ത് കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങാമെന്നാണ്. അപ്പം ഞാൻ ഡാഡിയോട് പറയായിരുന്നു നമുക്കെന്നാൽ കുട്ടികളെയും കൊണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങാമെന്ന്. അപ്പോഴാണ് അവർ പറയണത് അങ്ങനെ പറ്റില്ല, പുറത്ത് നിർത്തുള്ളൂ വണ്ടി, അവിടെ നിന്ന് നമ്മളങ്ങോട്ട് കയറണമെന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ഇത് ഞാൻ വിട്ടു. പിന്നെ അതേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ കുട്ടികൾ രണ്ടാളും. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഡിവൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡിംപിളുടെ ഫോണിലെടുത്ത കുറച്ച് സംഭവങ്ങൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ട് ഞാൻ ഇട്ടതാണ് ഇതിൽ. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിംപിളാന്ന് വെച്ചാൽ വളരെ കുറവേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് പാച്ചുവിൻ്റെ മാത്രം കാണുന്നത്. അപ്പോൾ ഡിംപിളും എടുത്തു, ഡിവൈനും എടുത്തു. അപ്പോൾ ഡിംപിളുടേൽ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിവൈൻ്റെ വിശദമായിട്ട് കാണും കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഡിവൈൻ എങ്ങനെയായിട്ട് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളെല്ലാതും അറിയാം. എല്ലാത്തിൻ്റെ സമയവും കാര്യങ്ങളും എങ്ങനെയാണ് എന്താണെന്നൊക്കെ കറക്റ്റ് അറിയാം. കാരണം ഡിവൈന് ഭയങ്കര എന്താ പറയുക, ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടവും കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതൊക്കെ ഡിവൈൻ പറയും കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിത് ഓരോ ട്രെയിനും പോകുമ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തിലല്ല, അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവർ ഈ വീട്ടിൽ നമ്മൾ റെയിലുമേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓടുന്ന ഒരു ട്രെയിനല്ലേ അവർ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഡോൺ തോമോനെ എടുത്തു, ഡിംപിള് ഡാഡി പാച്ചുവിനെ എടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പോൾ ഡിവൈൻ പറഞ്ഞു ഇനി ഇവരെ അടുത്ത ഒരു സ്റ്റെപ്പ് ഇവിടുന്ന് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ കുട്ടികൾക്ക് ട്രെയിൻ യാത്ര ചെയ്തു എന്നാവുമല്ലോ, ഇതിപ്പോൾ കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തോമൂന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ധൈര്യമില്ല, നമുക്കതൊന്ന് കയറി ഇറങ്ങാനുള്ള ധൈര്യമില്ല. ട്രെയിൻ പോണ സമയത്താണെങ്കിൽ വെറുതെ ഭാഗ്യപരീക്ഷണം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത് ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും പറയാറിയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. എനിക്ക് വലിയ പരിചയമില്ല, ട്രെയിനിൽ പോയിട്ടൊന്നും വലിയ പരിചയമില്ല, അങ്ങനെ വേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിവൈന് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം കേട്ടോ. ഡിവൈൻ പറഞ്ഞ് ഈ സമയത്ത് പോയാൽ നമുക്ക് ഈ ട്രെയിൻ കിട്ടും, ഇത് കഴിഞ്ഞാൽ മറ്റത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഇനി ഞങ്ങൾക്ക് വിശദമായിട്ടൊരു ട്രെയിൻ യാത്ര ഉണ്ടാവും, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും മോനും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കണു. എന്താ പറയുക, എല്ലാതും മറ്റേ ചായ വന്നപ്പോൾ കുട്ടികൾ ചായ ഒപ്പം പറയണു. അങ്ങനെ മൊത്തത്തിൽ ആ ബഹളവും കാര്യങ്ങളും ഒക്കെ അവരെ കാണിച്ചു കൊടുത്തു. കാരണം ഇപ്പോൾ കാണിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കൗതുകമാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക ഇമ്പ്രഷൻ എന്ന് പറയില്ലേ, അതാണ് അവരുടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഫേസും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം ഭയങ്കര അത്ഭുതമായിരുന്നു ട്രെയിനൊക്കെ കാണുമ്പോൾ. ഇങ്ങനെയാണോ ട്രെയിൻ എന്നൊക്കെയുള്ള ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് ഞാനും അതെ എൻ്റെ കുട്ടികളെ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോകും. അവർക്ക് നാളെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ ഇതെന്താ എന്ന് ചോദിക്കാനുള്ളൊരു അവസ്ഥ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ഇതുവരയ്ക്ക് ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പറയും അവർക്കൊന്നും എന്നോട് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാം ആവശ്യം അറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കും. അതായത് ഡാഡിയോട് പറയും നമുക്കിങ്ങനെ ചെയ്യണമെന്ന്. ഇത് തന്നെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കാണ്ട് വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. എന്നാലും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ടില്ലേ കുട്ടികളുടെ സന്തോഷം കണ്ടോ, ഇത് കാണാനല്ലേ ഞാൻ പറയുണ്ടായിരുന്നേ നമുക്ക് പോകണം എന്ന് പറയുണ്ടായിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങളിതേ മടങ്ങിയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് നമുക്കൊന്ന് അക്കിയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. കാരണം ഇവിടുന്ന് തൊട്ടടുത്താണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അന്ന് അങ്ങോട്ട് പോവാം. കാരണം നെസ്റ്റോയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ഇന്ന് നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ കരച്ചിലും ബഹളമൊക്കെ ആവും. അപ്പോൾ നമുക്കിന്ന് നേരെ അക്കിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ പോൾസേട്ടൻ ഉണ്ടായിരുന്നു, പോൾസേട്ടൻ്റെ അനിയൻ്റെ മോനുണ്ടായിരുന്നു, പിന്നെ വലിയ ഡാഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം വർത്താനം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ റോയും ആ മോനും പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വസന്തേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ വസന്തേച്ചി അക്കിയും നല്ല അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റുള്ള അച്ചാർ. അപ്പോൾ അത് രണ്ടാളും കൂടി കഴിച്ചു.
പിന്നെ അവിടെ നിന്ന് കുറേ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കുറേ ലേറ്റായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ 9:15 ആയി തോന്നുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നമ്മളുടെ എവിടേക്കാണ് പിന്നെ വന്ന് നേരെ ബിസ്മിയിലേക്കാന്ന് തോന്നുന്നു. ഇല്ല, ബിസ്മിയിൽ ഇപ്രാവശ്യം കയറിയില്ല, ബിഗ് ബസാറിൻ്റെ അവിടെ ഇറങ്ങി. കാരണം ഞങ്ങളാരും ഇറങ്ങിയില്ല. ഡാഡിയും ഒറ്റയ്ക്ക് പോയിട്ട് ബ്രെഡ് വാങ്ങിയിട്ട് വന്നു നാളേക്കുള്ളത്. അപ്പോഴും പാല് വാങ്ങിക്കാൻ മറന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരിക ചെയ്ത്. വീട്ടിൽ വന്ന് ഞങ്ങൾ ഭക്ഷണം ഉച്ചയിലത്തെ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, ഒരു പാക്കറ്റ് ചപ്പാത്തി മതി, അതും കൂട്ടി എല്ലാവരും ഫുഡ് കഴിച്ചു. ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ തോമു ഓൾറെഡി അക്കിരോട് നിന്ന് വന്ന് കയറിനോട് കൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നാലെ ചാക്കോച്ചനും ഉറങ്ങി. പാച്ചു കുളിയും ഒക്കെ കഴിഞ്ഞ് അപ്പാപ്പൻ്റെ തോളത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഡിമ്പിൾ കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ ഫുഡ് കാര്യങ്ങളുടെ പാത്രങ്ങൾ കഴുകി വെച്ചത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഒന്നും ചെയ്യണ്ട, കുറേ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു തുടങ്ങി, സൺഡേ ഒരു ദിവസം നിങ്ങൾ ഹോളിഡേ ഒരു മുടക്ക് വെക്കുക, അത്യാവശ്യക്കാർക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്ന് ചില ദിവസം നമുക്ക് യാത്രകളും കാര്യങ്ങളും കഴിയുമ്പോൾ വയ്യാണ്ടാവും. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യക്കാർക്ക് മാത്രം മറുപടി കൊടുത്തു. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ എന്നോട് വേറെ വിഷമമൊന്നും തോന്നരുത്, കാരണം ഇന്ന് ഫുൾ ബിസിയായിരുന്നു, നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാരണം അവരൊക്കെ കാലത്തെ നമ്മുടെ പള്ളിയിലത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഗസ്റ്റ് വരുമ്പോൾ അവരെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ സാധനങ്ങൾ കൊണ്ടുവന്നാക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഒരു ടീമിന് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം എടുത്ത് അത് ഇത്തിരി വലിയ പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയി. അപ്പോൾ ഞായറാഴ്ച ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലൊന്നും ഏർപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും മെസ്സേജുകൾ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും എന്നോട് വിഷമം വിചാരിക്കരുത്. ഞാൻ എല്ലാ സൺഡേയും നിങ്ങളുടെ ഒപ്പം നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു ദിവസം എനിക്ക് ഇങ്ങനെ പറ്റിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ക്ഷമിക്കാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടികളും ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞങ്ങളിതാ പിരിയാൻ പോവുക. കിടക്കണതിന് മുമ്പുണ്ട് ഒരു വർത്താനം പറച്ചിൽ. ആ വർത്താനം പറഞ്ഞ് ഡിവൈൻ പോയി, ഡാഡി ഉറങ്ങി. ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കെടുക്കായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കുറേ വിശേഷം ഉണ്ടായിരുന്നു അല്ലേ. ഇന്ന് സ്മിത വന്ന വിശേഷം, പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോയ വിശേഷം, അക്കിയുടെ വീട്ടിലത്തെ വിശേഷം കുറേ ഉണ്ടായിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.